1 तो देखी, जहाँ पे पिंकी वॉज द मेन कैरेक्टर ऑफ द मूवी, जैसे हम लोगों को पता लगा। और हमें ये भी पता लगा कि सब लोग पीछे है उस मेडिसिन के पीछे, है ना। उस नाम भूल रही हूँ। नहीं, डूड भी पागल है, शम्मी भी पागल है, मेडिसिन के पीछे सब पागल है। पर अब मैं मेडिसिन का नाम भूल गई हूँ। एन से था कुछ नोडो विला करके कुछ ऐसे करके था, है ना। बाकी देखते हैं कि हम लोगों को पता है जो मेडिसिन है वो तो बकरी पिंकी खा गई। तो देखते हैं कि सेकंड पार्ट में क्या होने वाला। एंड आप लोगों ने इतना बोला कि पार्ट 2 भी देखो इस मूवी का, सो वी वर लाइक वी हैव टू वॉच इट गाइस। सो या लेट्स वॉच द इट्स फर्स्ट पार्ट ऑफ द आदि 2। साहब खाना 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 तुम खा लो मंडന്മാര് ഏത് നേരം തീറ്റ कैसे चाट चाट के खा रहे हैं। ഇനി അവന്മാര് കൊണ്ട് തരില്ലേ പറ്റിക്കോ क्या साहब ഒന്നുമില്ല കഴിച്ചോളാൻ പറഞ്ഞതാ എന്ത് പറഞ്ഞാലും അവന്റെ ഒക്കെ ഒരു ടീക്കെ ടീക്കെ ये मुझे completely different लग रही है पहली वाली से। अभी तो शुरू ही हुआ। ತಿಂಬಕ್ಕೆ ಏನಾತಿರಬೇಕು ഏതുല്ല ಹೋಗಿ ಹೋಗಿ ये तो अलग है। ओए इन्होंने कुछ डाला गाड़ी में। बस बस आओ आओ जल्दी जल्दी हाथ आओ भी ऐसे ही है। साहब ये चुप रहो वो ऐसे कि चुप रहो चुप रहो। भाई साहब സാധനം എന്റെ കൈ കിട്ടി क्या होगा इसमें? ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അങ്ങോട്ട് എത്തിയാൽ മതി ഉയ്യ്, അപ്പോഴേക്കും ഞാൻ സംഭവം medicine സെറ്റ് ആക്കട്ടെ നമുക്കിത് ഡ്രാമാറ്റിക് ആക്കണം മൊത്തത്തിൽ ഓക്കെ मेरा सपनों की रानी कब आएगा तो पार में मेरे सपने आने का आएगी तो कैसे बजा रहे हैं? क्या है? കാഞ്ഞ ബുദ്ധിയാണല്ലോ ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടി കുറെ പീസുകളായിട്ടാ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ പല പല ട്രെയിനുകളിൽ കയറി പോകാം തമിഴ്നാട് ബോർഡർ സ്റ്റേഷന്റെ പേര് ഗോമംഗലം അവിടെ അവര് മാത്രമേ കാണൂ വേറൊരു കാട്ടുമാക്കാനും കയറാത്ത സ്റ്റേഷനാണ് वो हमें कैसे पहचानेगा നിങ്ങൾ പെട്ടിയുമായിട്ട് അവിടെ ഇറങ്ങിയാൽ മതി അവര് നിങ്ങൾ അടുത്ത് വന്നോളൂ ऐसी है। पेटी के बिना उतरे तो वो नहीं आएगा ഇല്ല പെട്ടിയില്ലാതെ അവര് വരില്ല എന്റെ പൊന്നു മണ്ടന്മാരെ ഞാൻ പറഞ്ഞ സ്റ്റേഷനിൽ കൃത്യമായിട്ട് ഇറങ്ങിയാൽ മതി പിന്നെ കാശ് അവര് തന്നാൽ എങ്ങോട്ട് പോകണമെന്നറിയാലോ ഒരു കാരണവശാലും ഇവനെ വിളിക്കാൻ പാടില്ല സൈബർ യുഗം എങ്ങനെയെങ്കിലുമൊക്കെ പോലീസ് ട്രാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എല്ലാം കഴിയുമ്പോൾ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ അവസാനമായിട്ട് സ്റ്റേഷന്റെ പേര് ഞാൻ ഒന്നുകൂടി പറയുന്നു ഗോമംഗലം എന്താ പേര് मुकेश कुमार मुकेश कुमार को लेना है। वो मंगलम को बोल के मुकेश कुमार। എടാ ബുദ്ധൂഷേ സ്റ്റേഷന്റെ പേരാണ് ഞാൻ പറഞ്ഞത് ഗോമംഗലം ആ എന്നാ അധികം വൈകാതെ എന്റെ തലക്കടിച്ച് ബോധം കെടുത്തിട്ട് വേഗം വിട്ടോ അവരിപ്പോ ഇങ്ങെത്തും पागल पागल है क्या ये? അയ്യോ ഷെട്ടിക്ക് ഒരു സംശയം തോന്നില്ല ഒന്ന് ആഞ്ഞടിക്കടാ इसके सर पे किस जोर से मारा है? अभी तक शम्मी शम्मी तो दिखी नहीं। तो उन सारे के कैरेक्टर भी डिफरेंट लग अभी तो अलग ही है। आएगा तो आएगा। ദോസ്തോ 2 ദിവസം മുമ്പുണ്ടായിരുന്ന ക്രൈസിസ് താൽക്കാലികമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ല അത് നമുക്ക് അനുഗ്രഹമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സംശയിച്ചു നൗ ലുക്ക് നമ്മൾ കോടീശ്വരന്മാരാകാൻ പോകുന്നു बनने जा रहे हैं। ഐ പ്രസന്റ് യു അല്ലെങ്കിൽ വേണ്ട സീ ഫോർ യുവർ സെൽഫ് തുറക്കടാ क्या है? वो बंदा बेहोश हुआ हुआ वही जो बोला था ना कि उसको बोलेगे कि हमारे साथ हमारा तो सामान लेके चले गए। वही प्लानिंग है सारी। nobody move come on पुलिस आ गई। don't move all of you hands up फोन फेंक दिया नीचे। हमें सब पता come on tell us where is it वो तो लिटा हुआ है। कौन है वहाँ पे? वही यार क्या फनी मूवी है। तो कोमा वोमा में डाल दिया क्या? इसके जोर से मारा है। സർ ഗുഡ് ഈവനിങ് സർ ഇല്ല സർ തലയ്ക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട് സർ ओ, എടോ അറിയാലോ ഇതെങ്ങാനും പുറത്ത് ബ്ലാക്ക് മാർക്കറ്റിൽ ഇറങ്ങിയാൽ രാജ്യം ഒന്നടങ്കം പ്രതിസന്ധിയിലാവും black ഓൾ ഓവർ market. പ്ലാൻസ് വിൽ ബി ഷാറ്റർ
കൂട്ടത്തിൽ ഒരുത്തൻ ചതിക്കൂന്ന് കരുതിയില്ല. അതെങ്ങോട്ടാ പോയതെന്ന് കിട്ടിയോ? അയാളുടെ ഫോൺ ക്രാക്ക് ചെയ്തു. ആ. സസ്പീഷ്യസ് ആയിട്ടുള്ള കോൾസോ മെസ്സേജസ് ഒന്നുമില്ല. ആ, സുരേഷ് സാധനം ഡെലിവറി ചെയ്തതിന് ശേഷം പ്രഭാകരൻ ആരെയും വിളിച്ചില്ല. अच्छा कोई നമ്മൾ फोन അറസ്റ്റ് किया? അറസ്റ്റിലായവർക്ക് അതെവിടെയാണെന്ന് അറിയില്ല സർ. ഇയാൾ കോൺഷ്യസ് ആയാൽ മാത്രമേ നമുക്കത് കണ്ടെത്താൻ പറ്റുള്ളൂ. see, the issue is a matter of credibility of our government. I know the serious. അതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ പോയി ഒന്ന് തെരയിടും. ഇഡിയറ്റ്. I'll let you know. I'll keep you posted. Postage. Come on, tell me man, where is it? Respond. इसको खुद ही नहीं पता भाई होगा. ये आने भी वाला होगा बाहर तब भी नहीं आएगा यार इसको तो बोला था वो गोपंद्रम में जाओ उन 2 आदमियों को नहीं बोला था कि सामान नमस्कार. लेकर ഞാനിങ്ങ് ദൂരെ ഹൈ റേഞ്ചിൽ നിന്ന് अब्बू आया കണ്ടില്ലേ, എന്തോ ഏടാകൂടമായിട്ട് തീവണ്ടി മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതല്ലേലും അങ്ങനെയാണല്ലോ, തീവണ്ടിയല്ല, ഇനി ഉത്തര കൊറിയ അമേരിക്കയിലോട്ട് ആറ്റം ബോംബ് जा रहे हो വിട്ടവരെ स्टेशन അതൊടുക്കം കറങ്ങിത്തിരിഞ്ഞ് ഷാജി പാമ്പന്റെ നെഞ്ചത്ത് വന്നേ इनके പൊട്ടു. पास कुछ है. വരട്ടേന്ന്. നീലക്കൊടുവേലിയും വയ്യാവേലിയും ഒക്കെ കഴിഞ്ഞ് പഴയ നടുവേദനയും പ്രശ്നങ്ങളുമായി പാപ്പൻ ഇവിടെ തന്നെയുണ്ട്. സ്ത്രീ വിഷയത്തിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഒഴിച്ചാൽ പാപ്പൻ ഇപ്പോഴും പഴയ പാപ്പൻ തന്നെയാണ്. ഞങ്ങളും गोबर की പിന്നെ നീ നോമ്പ് പിടിച്ച അമ്മാൻ്റെ വണ്ടിയല്ലേ അറപ്പിച്ച് കയറാ. വണ്ടിയുടെ മുമ്പിൽ തന്നെ കുരിശാണല്ലോ. കുരിശാവോ? ആ കുരിശായി. ദേ പാലം നിറച്ച് കിടക്കുമ്പോ സ്റ്റോപ്പ് സ്റ്റോപ്പ് നിർത്ത. ഉരുവാനായില്ല. ഇനി എപ്പോ അവിടെ നിന്ന് ഊരിപ്പോൻ പറ്റും? ശ്ശെ, ഇതെവിടെ? വേഗം ഇത് എന്നതാടാ ഈ വണ്ടിയില്? അത് ഷായിപ്പാപ്പന്റെ തോട്ടത്തിലേക്കുള്ള ചാണകമാണോ സാറേ? സാറിന് ചാണം ആരാടാ ഈ ഷാജി പാപ്പൻ? എസ്റ്റേറ്റ് മുതലാളിയാ? शाजी के लिए ले जा रहे हैं बोला तो शाजी पापा മറയൂര് വഴിയല്ലടാ വന്നത്. അതെ. हाँ അപ്പൊ भाई ചാണകത്തിനിടയിൽ ചന്ദനമുട്ടി വെച്ചിട്ടില്ലടാ നിങ്ങള്? ചന്ദ്രമുട്ടിയോ? സത്യം പറ, കള്ളക്കടത്ത് നടത്തല്ലേ നിങ്ങള്? സാറെന്താണ് ഒരുമാതിരി ചാനലുകാരെ പോലെ കേസ് വഴി തിരിച്ചിടാൻ നോക്കണത്? ചന്ദനമാണോ ചാണകമാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ओ वो बोल रहे साइकिल ലോഡ് മുഴുവൻ में ഇറക്കാം. क्या है, ये बोल रहे പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ തപ്പ. സാറേ, വളം വാരിയിട്ട് പ്ലാറ്റ്ഫോം തപ്പണേ കൊള്ളാം. പക്ഷേ തിരിച്ചതുപോലെ കേട്ടിട്ട് തരേണ്ടത്. ഇല്ലെങ്കിലോ തോട്ടത്തില് വാള് എത്തിയില്ലെങ്കിൽ പാപ്പനോട് സാറ് സമാധാനം പറയേണ്ടി വരും. എന്നാ പോയി അറിയിക്കണം നിന്റെ മറ്റോടെ. അവനോട് തന്നെ നേരിട്ട് സമാധാനം പറഞ്ഞോളാം. ഇനി നീ പോളി ഞാൻ പറ്റ് ചെയ്യാം. എന്നാന്ന്? ആ വിളിക്കണം. അമ്പേരം കൊണ്ടുവരുത്. അമ്പയർ നിനക്ക് ഞാൻ കാണിച്ചു തരാടാ സ്റ്റേഷനിൽ വന്നിട്ട്. भाई कोई आया ഇനി അത് വേണ്ടി വരില്ല സാറേ, അവരെത്തി. कौन आया पापन यार ये वही मैन लग तो रही है मेरे को तो वैसे ही लगती है सच्ची है क्या ये शाजी मेरे को ज्यादा ही लग रहा है अब्बू लग रहा है मेरे को तो नहीं अब्बू को कहाँ मारा है अब्बू मैं अब्बू को पहचान ही गई थी अब्बू को शादी वगैरह बचाने तो गई थी लास्ट में वो अब्बू क्या लग रहा है डेविल है अब्बू അല്ല ഇത് സാറേ. ഈ ചാണക കേസിനൊക്കെ ഷാജി പാപ്പൻ വേണോ സാറേ? वो बोल रहा है ഞാൻ പോരെ? അതിന് നീ ആരാ? ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഞാൻ अब्बू അറക്കല. वो ഇവിടെ ചോദിച്ചാ മതി. ഇവിടെ ചോദിച്ചാലും അറക്കല. रॉक अब्बू അതുകൊണ്ട് ഷാജി പാപ്പന്റെ പിള്ളാരെയും വണ്ടി അങ്ങ് വിട്ടേക്ക് സാറേ. ആ, പോലീസുകാരെ ന്യായം പഠിപ്പിക്കുന്നോടാ കോപ്പെ. അത് വേണ്ട സാറേ, പണി പാളും. കൈ പിടിക്കുന്നോടാ പന്നം. अब आएगा शादी आएगा शादी लुंगी में സാറേ വേണ്ട. ओ शादी हमेशा इनको बचाना आता है हमेशा याद है जब उसका इंट्रो हुआ था आलू वन का तब भी ऐसे ही चिल्ला रहा था शादी ओ हो भाई शादी देखना അയ്യോ, ഇതെന്റെ പിള്ളേരതാ. अच्छा ഇത് കുറച്ച് ചാണകവളമില്ലയോ? അങ്ങ് വിട്ടേക്ക്. അത് തീരുമാനിക്കാൻ നീ ആരാടാ? मत करो सर मत करो लुंगी उठा दी सज्जी ने वही
പാപ്പന്റെ ദേഹത്ത് തൊട്ട पापन പിന്നെ അവന്റെ വിധി എഴുതുന്നത് പാപ്പനാ. पापन मारेगा इनको वो नदी में फेंक दिया पुलिस वाले को लो चक के ले पराठा चक पराठा मर जाएगा क्या? नहीं ജീവൻ വേണോ ഓടിക്കോ അല്ലെങ്കിൽ പാപ്പ നിങ്ങളെടുത്ത് വെള്ളത്തിലിടും. ചുമ്മാ വിട്ടോ. सब भाग के ना तो क्या സാറേ നീന്താ അറിയല്ലേ? നീ എന്നാടാ കരുതിയ പാപ്പൻ വെറും മൂന്നാം കിട കള്ളക്കെട്ടുകാരനാണോ? മല വെട്ടിപ്പിടിച്ച കാട്ടുജന്തുക്കളോട് യുദ്ധം ചെയ്ത് ओ പൊന്നു വിളച്ച കാരണവന്മാരാണ് എന്നെ. അതൊക്കെ വാപ്പ वो रही അതൊക്കെ नहीं ഉണ്ട്. हुआ ആണോ? എന്നാ കണ്ടിന്യൂ. അങ്ങനെയുള്ള എനിക്കും എന്റെ പിള്ളേർക്കും ഈ ചന്ദനം കിടത്തി ജീവിക്കേണ്ട കാര്യമില്ല. ആഞ്ഞു നീന്തിക്കോളാ. നിന്റെ ഒന്നും ചീഞ്ഞ ചോര ചീകടിക്ക് പോലും बोरा വേണ്ട. हमारी बहुत ഞങ്ങളെ അങ്ങ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതെ ഇപ്പോഴോർത്ത് ചെറിയൊരു क्या പ്രശ്നമുണ്ടല്ലോ. प्रॉब्लम ഷാജിയേട്ടാ, നമുക്ക് കാശിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതെന്നാടാ അല്ലാത്തത്? അതെ, ഇപ്പൊ ഈ വടമുരൊന്നും നടക്കണല്ലോ. അല്ല പൂക്ക് പറഞ്ഞപ്പോ അത് ശരിയാന്ന് ഞങ്ങൾക്കും തോന്നി. ലോറിയില് ചാണകത്തിന്റെ അടിയില് ओए ലേശം ചന്ദനമുട്ടിയുണ്ട്. सच में है ചന്ദനമുട്ടി वेरी लिटिल सच में ही है ഈ ചാണകത്തിന്റെ മണ്ണോടിക്കാതിരിക്കാൻ വേണ്ടി എടുത്തോ. സാറേ കയറ് വല്ലതും വേണമായിരുന്നോ? പോടാ നിനക്കെന്നെ എടുത്തോളാം. बोरा बताता हूँ तुम्हें बोरा सर रस्सी तो नहीं चाहिए എന്നാ അപരാധോടാ ക്ലീറ്റസ് നിങ്ങൾ ചന്ദനം കടത്താൻ ശ്രമിച്ചത് അത് തടയാൻ ശ്രമിച്ച ഡ്യൂട്ടി ഓഫീസർ SI പ്രദീപ് കുമാറിനെ കമ്പനമേട് പാലത്തിൽ നിന്നും ഡാമിലേക്ക് എറിഞ്ഞുകൊല്ലാൻ നോക്കിയതുമായ കേസിലെ പ്രതി പന്നിമറ്റത്തിൽ ഷാജി പാപ്പൻ. കേസിൽ 50,000 രൂപയുടെയും 2 ആൾജാമ്യത്തിന്റെയും ഉപാധിയോടെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നു. ഒപ്പം എല്ലാ തിങ്കളാഴ്ചയും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്നും കേസിന്റെ വിചാരണ തീരും വരെ കോടതിയുടെ അനുവാദമില്ലാതെ ജില്ല വിട്ടു പോകാൻ പാടില്ലെന്നും ഇതിനാൽ കോടതി ഉത്തരവാകുന്നു. വിചാരണ തീയതി ഉടൻ അറിയിക്കുന്നതാണ്. क्या क्या है शेवी 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 कोई शायद नया करेक्टर आया मूवी में अरे ये तो वही है MLA इसको लगा किडनैपर आया है स्मगलर What? ये जिसका ही आदमी है ഓഹോ, നീയായിരുന്നു. നിന്നെ ഒരിക്കലും ഇങ്ങോട്ട് കടത്തി വിടരുന്നാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. കടത്തി വിട്ടില്ല, അതുകൊണ്ട് മതില് ചാടിയാ ഞാൻ വന്നത്. എന്നെ ഒന്ന് Cold തണുക്കുന്നു. वही കേറി പോടാ. गनमैन है वो ആ ഹലോ, സമരമെന്ന് പറഞ്ഞു കുറ്റിക്കാട്ടി നടന്നോ ഒന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. അത് പറഞ്ഞപ്പോ ആർക്ക് ചൊറിഞ്ഞെന്ന്? ഹ, എടോ അതൊക്കെ ഈ PP ശശിയുടെ നാടൻ ശൈലിയല്ലടോ. ആ ഹ, വരട്ടെ വരട്ടടോ. എത്ര പത്രക്കാർ വന്നാലും കടക്കോ എന്ന് പറഞ്ഞ് പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ PP ശശി. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം. പറഞ്ഞുകൂടെ? എന്റെ തൊപ്പി, നിന്റെ കുപ്പി. ഞാൻ മന്ത്രിയായപ്പോൾ ആദ്യം അന്വേഷിച്ചത് തന്റെ തൊപ്പിയാ. वाह 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 കുറെ കാലമായിട്ട് എന്റെ മേശപ്പുറത്ത് പേപ്പർ വെയിറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി കുറെ കാലം അത് അവിടെ ഇരിക്കുകയും ചെയ്യും. എന്താടോ തന്റെ നെറ്റിയിലൊരു തിലകക്കുറി? അത് പാർട്ടിച്ചിടം പോലെ ഉണ്ടല്ലോ. പാർട്ടിക്കാരും നാട്ടുകാരും എന്നെ സർബത്ത് പിഴിഞ്ഞു പരിപാടി. അവരെയൊക്കെ ഞാൻ വിട്ടതാ. എനിക്ക് ഉറപ്പായിരുന്നു. 17 പ്രാവശ്യമായി ഞാൻ ആശാനെ കാണാൻ മന്ത്രിമന്ദിരത്തിലും വീട്ടിലും കയറി ഇറങ്ങുന്നു. എനിക്ക് തൊപ്പിയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. अच्छा വിപ്ലവ സിംഹമേ, लो लाइन बोल दिया उसको पूरा भाई करना ही पड़ेगा कुछ तो ആ, ഹൈ റേഞ്ചിൽ എനിക്ക് ശത്രുക്കൾ കൂടി വരിക. കഴിഞ്ഞ ദിവസം അനങ്ങാപ്പാറ SI ഒരുത്തനെടുത്ത് ഡാമിലേക്ക് എറിഞ്ഞു. ഡാമിലെ ചെമ്പല്ലികൾക്കും വാളകൾക്കും തിന്നാൻ ഞാനായിട്ട് എന്തെങ്കിലും ഇട്ടുകൊടുക്കുന്നതല്ലാതെ വേറൊരാൾ ഒരു കല്ല് പോലും എടുത്തെറിയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അവിടെ എനിക്കൊരു അടിമയെ വേണം. മര്യാദക്ക് ചോദിച്ചപ്പോ അയാൾക്ക് മുട. മന്ത്രിയായതിന്റെ അഹങ്കാരം. അവസാനം ഞാൻ മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടു. ഒന്നും മനസ്സിലാവില്ല. ഒരു പൂച്ചയെ പോലെ ഇരിക്കുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി PP ശശി. ഞാൻ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചു.
എന്നിട്ടൊറ്റ ഡയലോഗ്. Wonder. അല്ല സസ്പെൻഷൻ നടന്ന സമയത്ത് സാറിന്റെ തോക്ക് പിടിച്ചു മേടിച്ചു വെച്ചല്ലേ? അതെ. പിന്നെ ഇതേ തോക്ക് നിന്റെ അപ്പനെ കൊല്ലം ഞാൻ പഠിച്ച പുതിയ തോക്ക്. സാർ പി സി എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. ഞാൻ പറഞ്ഞതാ സാറേ, അവൻ മറന്നുപോയതായിരിക്കും. അപ്പൊ നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് വെടി അല്ല, തോക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു, पहली मूवी ആശാൻ ഒന്ന് वही തീരുമാനിച്ചു. पुलिस वाला, हाँ ഒന്നുകിൽ എന്റെ തൊപ്പിയുമായി ഞാൻ ഈ വാതിൽ കടന്നു, ഇല്ലെങ്കിൽ എന്റെ ഈ ഉണ്ട ओ ആശാന്റെ क्या നെഞ്ചു बात കടന്നു. है। ഇതിലേത് വേണമെന്ന് ആശാന് തീരുമാനിക്കാം. എല്ലാവരും ഒന്ന് പേടിച്ചു. എങ്ങും നിശബ്ദത, ഭയപ്പെടുത്തുന്ന നിശബ്ദത. സാറേ ऐसे क्यों आया भैया? ये वाला सीन याद है? ഇവനോ? ഭർത്താവ് ഈ കുരിശായിരുന്നോ? എന്താടാ? എന്നാണ്ട് സാറേ കറുത്തു പോയല്ലോ. സാറേ ഞാനൊന്ന് ഒപ്പിടാൻ വേണ്ടി വന്നതാ. കാലത്തെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടാൻ നിന്നെ എന്താടാ പോലീസിലെടുത്തോ? അതല്ല സാറേ, മുൻ SI പ്രദീപ് കുമാർ സാറിന് പുള്ളിനെ ഞാൻ എടുത്തുന്ന ഡാമിലേക്ക് ഇട്ടായിരുന്നു. वो है ना, ऐसे അങ്ങനെയാ കേസ് വന്നേക്കുന്നത്. അതിന് ഒപ്പിടണം എന്ന് പറഞ്ഞായിരുന്നു. ഒപ്പിടിപ്പിക്കട്ടെ സാർ. ഒപ്പിടാം. ഓ, ഇതെന്നതാടാ, മലയോ? അല്ല, ഷൂവാ, ഷൂ. ഒരു ഷൂ. നിന്റെ വടംവലി അലമ്പും ഒക്കെ ഇപ്പോഴും ഉണ്ടോടാ? പടംവലി പിന്നെ നമ്മുടെ ജീവമായി അല്ലേ സാർ? यार, वो അലമ്പൊന്നും तो ഇല്ലെന്ന്. starting ശരിക്കും മറ്റേ സാറിന് ഞാൻ ഒന്നും ചെയ്തതല്ല. പുള്ളി കാല് തെറ്റിയൊക്കെ വെള്ളത്തിൽ പോയതാന്ന്. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്റെ നട്ടലൂരി ഞാൻ ലാത്തി ഉണ്ടാക്കും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ ആഴ്ച ഇവിടെ ഒന്ന് ഒപ്പിട്ടോണം. ജില്ല വിട്ടു പോകാൻ പാടില്ല. എന്നാ പിന്നെ ഒരു 6 മാസമെങ്കിലും ഒപ്പ് ഇപ്പൊ തന്നെ കിട്ടേക്കാം. അതാണല്ലോ. ओ അങ്ങനെയൊന്നും പറ്റൂല പാപ്പ. പറ്റൂലേ? ശരി പോടാ, പോടാ. എന്നത് കുമാരൻ. പി സി, എന്തോ वही। അവന് ഇച്ചിരി ബഹുമാനക്കുറവുണ്ട്. അവനെ എത്രയും വേഗം അകത്താക്കി മര്യാദ പഠിപ്പിച്ചു. अच्छा, बकरी का पिंकी वही है क्या? അലറാതിരി. ഷായി പാപ്പ ആ ഇന്ന് ചന്ദനം കടത്തൊന്നുമില്ലേ? आवाज तो आई। എന്നതിനാടാ ചന്ദനം? നിന്റെ അപ്പനെ കത്തിക്കാനാണോടാ പരാമാറി? ചുമ്മാ ഇരിക്കാനുള്ള മൂടും പോയി. Who is this? ये कौन है? ആ നീയായിരുന്നു ഞാൻ എൻ്റെ തള്ള എന്നാ വിചാരിച്ചേ. ആ അങ്ങനെയാടി. ആ പ്ലാവിന്റെ ചപ്പൊന്ന് കെട്ടിത്തൂക്കാൻ എവിടെ ഇങ്ങനെ വായി നോക്കി ഇരുന്നാ മതിയല്ലോ. എണീറ്റ് വന്നേ. ओए वो देखो बकरी पड़ी होगी, അന്നാ അതിനെ കൊന്നു നിന്നാ മതിയായിരുന്നു. बड़ी होगी भाई। वाह, क्या हो गई ना पिंकी? कितनी सुंदर लग रही है। वही। और भी बकरी है। പിങ്കി നിന്റെ പിള്ളേർക്ക് എന്നാ ആക്രാന്ന് പറയും. അറക്കാൻ കൊടുക്കട്ടെ എല്ലാത്തിനെയും. ഇതുങ്ങളായി വീട്ടിലാകെ വരുമാനമുള്ള ആൾക്കാരും ഇനി അതിനെ കൊല്ലണ്ട. അത് നേരാ. എടി, ആ പാല് വിറ്റേന്റെ കുഞ്ഞു മുട്ടിനാട് വിറ്റേന്റെ കാശ് എന്തിയടി? ആ അതിന്നൊരു ചില്ലിക്കാശ് ഞാൻ തരികയില്ല. അത് ഞാൻ ഹോണ്ടാക്ടിവോ മേടിക്കാൻ കുറുക്കയിലിട്ട് ഓ വെച്ചേക്കോ. അല്ലെങ്കിൽ എനിക്ക് വേണ്ട. എന്നായിരുന്നു പാപ്പന്റെ പണ്ടത്തെ ഡയലോഗ്? തരാടി. റേച്ചൽ മോളെ, നിന്റെ അപ്പൻ അതായത് എന്റെ ചേട്ടൻ തോമസ് പാപ്പൻ നിന്നെ അമ്മച്ചീനെ ഇട്ടേച്ചു പോയിന്ന് വെച്ചിട്ട് നീ വിഷമിക്കണ്ട കേട്ടോ. നിനക്ക് ഈ ഷാജി പാപ്പനില്ലേടി? പിന്നെ എന്റെ അമ്മച്ചി പോയപ്പോഴും പറഞ്ഞു ഞാനില്ലേടി. उसका भाई है। എന്നിട്ട് ഇത്ര വലിയ ഡയലോഗ് അടിച്ചിട്ട് എനിക്കൊരു ചുരിദാറെങ്കിലും മേടിച്ചു തന്നായിരുന്നോ? എടി കാശ് വേണ്ടടി. കാശ് ഇപ്പൊ അമ്മച്ചീനെ നോക്കാനും ഈ പിങ്കിക്കുട്ടികളെ നോക്കാനും നടുവിനെ ചൂട് പിടിക്കാനും ഞാൻ വേണം. ഇങ്ങനെ ആർക്കും ഒരു ഉപകാരം ഇല്ലാതെ നടക്കുന്ന ഒരു പാപ്പൻ. അരിഞ്ഞു കളയും ഞാൻ. എടി നീ നോക്കോ, നിന്റെയൊക്കെ പുച്ഛത്തിന് ഞാൻ ഒരു മലങ്കോള് പിടിക്കുന്നുണ്ട്. മലങ്കോള് ഇവറ്റകൾക്കും പുച്ഛ കാണിച്ചു തരാടി. കുറെ കേട്ടതാ. आगे टीम। എന്നാടാ ഒരു കോളുണ്ട്. ഡാഡി. കോളോ? കർത്താവ് വലിയ ആളാടി. പറഞ്ഞ് തീരുമ്പോ കോള് കൊണ്ട് വന്നേക്കും. എന്നാ കോളാണ് വെക്കണേ? ഇറങ്ങടാ. വാ, കേറി വാ. सारे आए हैं। സഹർത്തെ പന്നി മോന്റെ എന്നെക്കാട്ടി നന്നായിട്ട് 25 രൂപയ്ക്കല്ലോ. അതാരാ? ഇങ്ങതാ സുഹൃത്തെ, കേന്ദ്രത്തിൽ പന്നിമറ്റത്ത് വർക്കിപ്പാപ്പൻ മകൻ ഷാജി പാപ്പനും ഇതെന്നാടി ഇത് ബൈബിളോ? ശരിക്കും അങ്ങ് വായിക്കാന്നത്. ക്ലബിന് സ്ഥലം അനുവദിച്ചിരിക്കുന്നത് പഞ്ചായത്തായതിനാൽ വിന്നേഴ്സ് ക്ലബ് എപ്പോഴെങ്കിലും നിർജ്ജീവമാവുകയോ കെട്ടിടം പുനരുദ്ധാരണം നടത്താതിരിക്കുകയോ ചെയ്താൽ പഞ്ചായത്തിന് സ്ഥലം തിരികെ വാങ്ങാനും കെട്ടിടം പൊളിച്ചു കളയാനുമുള്ള അധികാരമുള്ളതിനാലും നിലവിൽ ക്ലബിന്റെ അവസ്ഥ ശോചനീയമായതിനാലും ക്ലബ് പുതുക്കി പണിയുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള പരമാവധി സമയം 1 മാസമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നു. 1 മാസത്തിനകം പുനരുദ്ധാരണ നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ പഞ്ചായത്ത് ക്ലബ്ബ് തുടങ്ങാൻ അനുവദിച്ച സ്ഥലം തിരികെ വാങ്ങുന്നതാണ് എന്ന് പ്രസിഡന്റ് ഉതുപ്പ് കപ്പക്കാല. ഇതാണോടാ മലങ്കോട്? ഇത് ജപ്തിയാണോ? ജപ്തി. इनकी तो शायद इन्होंने ജപ്തിയാണോ? बनाता ना वो क्लब। അപ്പൊ ചെണ്ടോട്ടെ वो इसको കണ്ടാവൂല. renovate करो, हम ഇനി എന്നാ इसको ചെയ്യും കർത്താവേ? ഷാജേട്ടാ അങ്ങോട്ട് രാവിലെ ക്ലബ്ബ് ഒന്ന് നോക്കിയായിരുന്നു. ഇതാണോ പൊട്ടിക്കാതെ പാപ്പൻ എന്നെ കൊടുക്കാൻ പറഞ്ഞേ? അമ്മച്ചേ ചായ വിളിക്കാതെ തള്ള ചിലപ്പോ വരും. ചായ ചായന്റെ തള്ളെടുത്ത് പോയി പറയടാ. ഗതിയില്ലാത്തവന്മാരെല്ലാരും കൂടെ കാലത്തന്നെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ. എന്നതാടാ? എന്തോ വലിയ കോളുണ്ടെന്ന് വിളിച്ചു കൂണത് കേട്ടത്. അത് ഞങ്ങളുടെ ക്ലബിന്റെ പ്രവർത്തനം മാനിച്ചിട്ട് പഞ്ചായത്ത് ഞങ്ങൾക്ക് ഒരു അവാർഡ് തരാൻ വേണ്ടി പോയി.
यार काफी फनी थी और मुझे सबसे ज्यादा शॉकिंग चीज वही लगी कि पिंकी बड़ी हो गई है। मतलब मुझे तो ये था कि साइड इफेक्ट्स हो गए होंगे वो मेडिसिन खा के, क्योंकि हमें नहीं पता उसके प्रोज एंड कॉन्स क्या थे, बट मुझे बहुत ज्यादा शॉकिंग लगा वो देख। बट मेरे को पता था कि भाई पिंकी तो वहीं रहेगी, क्योंकि शज्जी ने ना लास्ट में देखा था कि भाई वो लड़की उसको बुला रही थी, बट मेरे को लगा था इतने में शज्जी की शायद शादी हो गई होगी, लेकिन ऐसा कुछ भी नहीं, अभी तक तो नहीं दिखाई शज्जी की शादी होगी। यार वो कितना फनी था कि वो सैंडलवुड बोल रहा था पुलिस वाला कि मेरे को पता है यहाँ पे तुम्हारे पास सैंडलवुड है, वो नहीं नहीं ये तो काउंटन का, हम आपको पूरी रिलोड करवानी पड़ेगी हमारी गाड़ी, ऐसे करके बोल रहा था। और फिर वहाँ पे शज्जिया उसको डैम में फेंक दिया और बाद में बोला हमारे पास गन वॉर आजकल मैच तो है नहीं, तो थोड़े से पैसों के लिए हम लोगों ने वो कर लिया, तो वो बहुत ज्यादा फनी था। तो गाइज यही था हमारा रिएक्शन, आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो इस वीडियो को लाइक करिए, शेयर करिए, कमेंट करिए, और अगर इस चैनल पे नहीं हो तो सब्सक्राइब करिए। बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया है, अगर फॉलो करना चाहते हो तो कर सकते हो। बाय।